നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം ഡിപ്ലോപ്പിയ അഥവാ ഇരട്ട ദർശനം എന്ന ഒരു രോഗാവസ്ഥയെ പറ്റിയാണ്. പലപ്പോഴും രോഗികൾ OPDയിലേക്ക് വരുമ്പോൾ, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിട്ട് OPDയിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് രണ്ടായി കാണുന്നു എന്നുള്ളത്. വസ്തുക്കളിലേക്ക് നോക്കുമ്പോഴത്തെ അത് രണ്ടായിട്ട് കാണുന്നു എന്നുള്ളത്. ചിലപ്പോൾ ചില രോഗികൾ പറയാറുണ്ട്, ഒരു കണ്ണടച്ച് നോക്കുമ്പോഴായിട്ട് രണ്ടായിട്ട് കാണുന്നത്. ചില ആൾക്കാരിൽ രണ്ട് കണ്ണും തുറന്നിരിക്കുമ്പോഴായിട്ടാണ് രണ്ടായിട്ട് കാണുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ഈ ഡിപ്ലോപ്പിയെ മെഡിക്കലി രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മോണോക്കുലർ ഡിപ്ലോപ്പിയ എന്നും അതേപോലെ തന്നെ ബൈനോക്കുലർ ഡിപ്ലോപ്പിയ എന്നും. പ്രധാനമായിട്ടും കണ്ണിൻ്റെ പ്രധാന പ്രശ്നങ്ങളാണ് മോണോക്കുലർ ഡിപ്ലോപ്പിയയ്ക്ക് പ്രധാന കാരണമാകുന്നത്. ഉദാഹരണത്തിന് തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ, കണ്ണിലെ ലെൻസിൽ തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം രണ്ടായിട്ട് കാണും. അതേപോലെ തന്നെ അസ്റ്റിഗ്മാറ്റിസം, പ്രത്യേകിച്ച് കണ്ണിൻ്റെ കോർണിയയുടെയും കൃഷ്ണമണിയുടെയൊക്കെ ആകൃതിയിലുള്ള വ്യത്യാസം മൂലം രണ്ടായിട്ട് കാണുന്ന ഒരു കണ്ടീഷനുണ്ട്. അതേപോലെ ഡ്രൈ ഐ സിൻഡ്രം പോലുള്ള കണ്ടീഷൻസ്, അതേപോലെ തന്നെ റെറ്റിനയിലുള്ള നീർവീക്കവും രക്തസ്രാവവും ഒക്കെ ഡബിൾ വിഷന് കാരണമായി തീരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് കണ്ണും തുറന്ന് നോക്കുമ്പോൾ രണ്ടായി കാണുന്ന ഒരവസ്ഥയാണ് ബൈനോക്കുലർ ഡിപ്ലോപ്പിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് കണ്ണിലെ പേശിയുടെ ബലഹീനത, കണ്ണിന് ചുറ്റുമുള്ള പേശികളുടെ ബലഹീനത. ഇപ്പോൾ പേശിക്ക് ബലഹീനത ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. മൈസ്തീനിയ ഗ്രാവിസ് പോലുള്ള കണ്ടീഷൻസോ, പാരാലിസിസ്, പക്ഷാഘാതമാവാം, ട്യൂമറുകളാവാം, കണ്ണിലേക്കുള്ള നാഡികളുടെ തളർച്ചയാവാം, പ്രമേഹം ഒരു പ്രധാന പ്രശ്നമാണ്. അങ്ങനെ മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം കാരണങ്ങൾ മൂലം ഡബിൾ വിഷൻ ഒരു പ്രധാന കാരണമായി കാണാറുണ്ട്. അപ്പം ഇത് ഓരോന്നും രോഗിയെ വ്യക്തമായി വിലയിരുത്തി കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പരിശോധിച്ച് ഒരു കണ്ണിന് മാത്രമാണോ പ്രശ്നമുള്ളത്, രണ്ട് കണ്ണിനുമായിട്ട് ഈ പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള വിലയിരുത്തിയാണ് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യുന്നത്. ആയുർവേദത്തിൽ ഡിപ്ലോപ്പിയ എന്ന രോഗത്തിന് ചികിത്സയുണ്ട്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.